വലിയ കൊലപാതകം ചെയ്തിട്ടോ ജുവലറി കുത്തി തുറന്നിട്ടോ ഒന്നും നമുക്ക് ഒരാളിനെ ജയിലിലിടാൻ പറ്റില്ലല്ലോ. ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ചെറിയൊരു വേർഷൻ ഇന്ന് ജിസേൽ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കടമെടുത്തുകൊണ്ട് രാവിലെ തന്നെ പറയണം കേട്ടോ. അപ്പോൾ രാവിലെ അല്ലേ പൂച്ച കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു കേട്ടോ, സോറി. അപ്പോൾ ഇന്നിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. അപ്പം ജയിലിൽ കിടക്കുന്ന 2 ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. നമ്മളെ മറ്റാരുമില്ല, അനീഷും ഷാനവാസുമാണ് ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ അടച്ചു പൂട്ടിക്കഴിഞ്ഞു, ഇപ്പോൾ ജയിലിൽ അടച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ നമ്മൾക്ക് ഓരോ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് ആരുടെ ഗെയിമാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കുറിച്ചിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അനിമോളുടെ ഗെയിം അകത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അനീഷ് ഏട്ടനെയും ഷാനവാസിക്കായും ഷാനുക്കായും എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അനിമോളെ സംബന്ധിച്ച് അനിമോളെ എനിക്ക് യാതൊരു പരിചയമുള്ള ഒരാളല്ല. അനിമോളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ സ്റ്റാർ മാജിക് വളരെ ചുരുക്കം ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു കണ്ടിന്യൂസ്ലി കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ 1-2 ഇങ്ങനെ ഉദ്ഘാടനത്തിന് പോകുന്നു. പിന്നെ സ്റ്റാർ മാജിക് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു പരിപാടിയല്ല, ഉള്ളത് പറയല്ലോ. എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഏഷ്യാനെറ്റൊക്കെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിനകത്തൊക്കെ സ്റ്റാർ മാജിക്കിൻ്റെയൊക്കെ കാണാറുണ്ടെന്നല്ലാതെ ഫ്ലവേഴ്സ്. അപ്പം അല്ലാണ്ട് നമ്മൾ കാണാറേ ഇല്ലാത്ത ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക്ക്, കോമഡി സ്റ്റാറോ എന്താ സ്റ്റാർ മാജിക് അങ്ങനെ എന്തോ ആണല്ലോ ഇവരുടെ പ്രോഗ്രാം. അപ്പോൾ അല്ലാണ്ട് എനിക്ക് അനിമോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതല്ലാതെ പിന്നെ ഉടൻ പണം എന്നുള്ളൊരു സംഭവത്തിൽ പണ്ട് അനിമോൾ വന്നിട്ടുണ്ടായിരുന്നു. പഴയ അനിമോൾ, ഇതണക്കൊന്നും ഇരിക്കുമല്ല, പഴയൊരു അനിമോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ 1-2 തവണ അനിമോളെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അനിമോൾ പിന്നെയാണ് സെലിബ്രിറ്റിയൊക്കെ ആയതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അനിമോളെ പരിചയം. അല്ലാണ്ട് അനിമോളായിട്ട് നമ്മൾ പേഴ്സണൽ ഒരു പരിചയമില്ല. നമുക്ക് താല്പര്യമുള്ള ആളല്ലായിരുന്നു, വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് പറയില്ല. പിന്നെ ഞാൻ അങ്ങനെ അന്ധമായിട്ട് ആരെയും ആരാധിക്കുന്ന ഒരാളല്ല. അത് ചിലപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ സീരിയലൊന്നും നമ്മൾ കാണാറില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് രുദ്രൻ എന്ന കഥാപാത്രം. അത് മിക്കവാറും എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു ഷാനവാസ്. അങ്ങനെ ഷാനവാസിനെ എനിക്കറിയാം. ആ ഒരു സീരിയൽ, കുങ്കുമ സീരിയൽ, അതും ഞാൻ സീരിയൽ കാണുന്ന ഒരാളല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അമ്മ ഇങ്ങനെ ഇരുന്ന സീരിയൽ കാണുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, അയ്യോ അത് ഭയങ്കര സീരിയലാണ്, മറ്റേതാണ് മറിച്ചാണ്. അങ്ങനെ ആശ ചേച്ചിയായിട്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് പരിചയമുണ്ട്. ആശ ചേച്ചി പിന്നീട് ഞാൻ പിന്നെ നമ്മുടെ സൂര്യ ഫെസ്റ്റിൽ വെച്ചൊക്കെ കണ്ട് ചേച്ചിയെ ഞാനാണ് എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ആശ ശരത്ത് ചേച്ചീനെ നമുക്ക് ഡയറക്റ്റ് പരിചയമുണ്ട്. അപ്പോൾ കുങ്കുമപ്പൂ സീരിയലാണ് ഞാനും ആശ ചേച്ചിനെയും നമ്മുടെ ഷാനവാസിക്കൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിചയം. പിന്നെ അനീഷ് എന്ന് പറയുന്നത് അദ്ദേഹം കോമണറാണ്. അപ്പോൾ അനീഷ് ഏട്ടനെ നമുക്ക് ഗെയിമിൽ വന്നിട്ടാണ് ഈ മിക്കവാറും എല്ലാ മലയാളി പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നു 99.9% ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം അനീഷ് ഏട്ടനെ ഇവിടെ വന്നിട്ട് കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കണ്ടസ്റ്റൻ്റാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കണ്ടസ്റ്റൻ്റ്. എല്ലാവരും ഇഷ്ടക്കേടൊന്നുമില്ല, മറ്റുള്ളവരുടെ ഗെയിം നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അവരുടെ പേഴ്സണലി നമുക്ക് അവരോട് അന്നും യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം നമുക്കില്ല. ഇപ്പോൾ അക്ബറിനെ സംബന്ധിച്ചുള്ള അക്ബർ എന്താണ്, അക്ബർ പാരഡി നല്ലൊരു പാട്ടുകാരനാണ്. ഇത്രയും അനുഗ്രഹീതനായ ഒരു പാട്ടുകാരനായിട്ട് പാരഡി പാടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ പാട്ടുകാരൻ എന്നുള്ളൊരു ഇമേജ് തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത്. പിന്നെ ഇഷ്ടക്കേടൊന്നുമില്ല, ഇതേ കണക്കുള്ള ഗെയിമിൽ ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഗെയിം എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഫാമിലി വന്നു പോയതിന് ശേഷം. അതും എടുത്തു വരണമല്ലോ. പിന്നെ നിവിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിവിൻ ഒരു എൻ്റർടൈനറാണ്, അതുകൊണ്ടാണ് ഇഷ്ടം. പിന്നെ നമുക്കങ്ങനെ പറയത്തക്ക ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റും അതിനകത്തില്ല. നമുക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. സരികയാണ് എനിക്ക് നല്ലതായിട്ട് കളിക്കുമെന്ന് വെച്ചാൽ സരികയായിരുന്നു, പക്ഷേ സരിക പുറത്തു പോയി. പിന്നെ അഭിലാഷിനെ ഇഷ്ടമായിരുന്നു, ഉള്ളത് പറയണമല്ലോ. അഭിലാഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, അഭിലാഷിൻ്റെ അത്യാവശ്യം ഗെയിമും എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ അഭിലാഷ് പുറത്തുപോയി. പിന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ രേണു സുധിയാണ്. കാരണം അദ്ദേഹം ഒരു ബി മെറ്റീരിയൽ അല്ലാത്ത ഇവരെങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നത് എന്നുള്ളത് എനിക്ക് എപ്പോഴും തന്നെ. കാരണം പേമ്പ് പറക്കുക, പേനെ കൊല്ലുക, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. അപ്പോൾ അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പേഴ്സണലി ആരോടും നമുക്ക് വിരോധമില്ല, നമുക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഗെയിം നമ്മൾ പറയും. അപ്പോൾ എനിക്കിപ്പോൾ ഗെയിമിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇനി നാളെ ഇഷ്ടക്കേട് വരാമെന്ന് ഇഷ്ടപ്പെടാതിരിക്കാനും പറ്റും. കാരണം നല്ല ഗെയിം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പം നല്ല ഗെയിമായിട്ട് ഇപ്പോൾ കളിക്കുന്നത് അനിമോൾ, അനീഷ്, അതുപോലെ തന്നെ ഷാനവാസിക്ക, ഇപ്പോൾ അക്ബർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നിവിൻ കളി മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതിനെ ഒട്ടും ഇഷ്ടമല്ല, ഉള്ളത് പറയല്ലോ, അതിനെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നൂറയുടെ അത്യാവശ്യം, നൂറയ്ക്ക് ഗെയിമൊന്നുമില്ല. നൂറ ഇങ്ങനെ ചാരി ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല നൂറയ്ക്കൊരു പ്രത്യേക ഒരു ഗെയിം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബിന്നി നന്നായിട്ട് പോയിൻ്റ് ചെയ്യുന്ന ഒരാളാണ്, നന്നായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യും. പക്ഷേ ബിന്നി ഒരു കുത്തിത്തിരിപ്പ് കളിയാണ് കളിക്കുന്നത്. ബിന്നി പറയുന്നതിൻ്റെ അപ്പുറമാണ് മറ്റുള്ളവർ. കാരണം ഇപ്പോൾ നൂബിൻ തന്നെ വന്നിരുന്നപ്പോൾ തന്നെ ബിന്നിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇത്രയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ മറ്റുള്ളവരുടെ PR ആണ് എന്നൊക്കെ പറയുന്നത് മോശമാണ്. നമ്മൾ ആരുടെയും PR ഏറ്റെടുത്ത് ചെയ്തിട്ടില്ല. PR ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും അല്ലല്ലോ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് മുൻകാലത്ത് ഞാനിപ്പോൾ കുറച്ച് കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് കണ്ടിട്ടാണ് ഞാനിത് പറയാൻ കാര്യം കേട്ടോ. നമ്മൾ അങ്ങനെ PR ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തിയെ മാത്രം നമ്മൾ അവരുടെ PR ആയിട്ട് അവരെക്കുറിച്ച് മാത്രമേ ഫേവർ ചെയ്ത് പറയണം. ഞാനിപ്പോൾ അനുമോളെക്കുറിച്ച് പറയുമ്പോൾ അനുമോളുടെ നല്ലതാണെങ്കിൽ അനുമോളെക്കുറിച്ച് പറയും, അനീഷേട്ടനാണ് നല്ലതെങ്കിൽ അനീഷേട്ടനെ കുറിച്ച് പറയും, പിന്നെ ഷാനുക്കയാണ് നല്ലതെങ്കിൽ ഷാനുക്കയെക്കുറിച്ച് പറയും, നിവിനാണ് ചെയ്യുന്നതെങ്കിൽ നിവിനെക്കുറിച്ച് നല്ലത് പറയും. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. കാരണം ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ഇത് ചെയ്യുന്നത്. കാരണം ബിഗ് ബോസ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നിലപാടുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അമ്മൂസ് തോട്ട് എന്നാണ്. എൻ്റെ ചിന്താഗതികൾ, എൻ്റെ നിലപാട് എന്താണ്, എൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പറയും. ഈ ഒരു കാര്യം പറയുന്നതിന്, എന്ത് നിലപാടും തുറന്നു പറയുന്നതിന് യാതൊരു തരം ഭയവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കമൻറ്റ് വന്നു, അനുവിൻ്റെ PR ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആരുടെയും PR അല്ല, താല്പര്യവുമില്ല. ഇപ്പോൾ അനുവിൻ്റെ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. ചില കളികളൊന്നും എനിക്ക് അനുവിൻ്റെ കളി ഇഷ്ടപ്പെടുന്നില്ല. കാരണം അനു ആദിലയുടെയും നൂറയുടെയും മറവിലിരുന്ന് അവർ പറയുന്നത് കേട്ട് കളിക്കുവാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്കറിയാം അനു കുറച്ച് ടോപ്പിലാണെന്ന്. അപ്പോൾ അവർ അനുവിൻ്റെ കളി തകർക്കാൻ, അനുവിൻ്റെ നെഗറ്റീവ് ആവാൻ ആ കാര്യം നോക്കത്തുള്ളൂ. അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനുവിനോട് എനിക്ക് പലതിലും എതിർപ്പുണ്ട്. അതുപോലെ തന്നെ അനീഷേട്ടനോടും ചില കാര്യങ്ങൾ അനീഷേട്ടനോട് എതിർപ്പുണ്ട്. അപ്പോൾ ഷാനുക്ക് ആയാലും അദ്ദേഹത്തിനോട് എതിർപ്പുണ്ട്. അപ്പോൾ നമുക്ക് എതിർപ്പുമുണ്ട്. നമ്മൾ നല്ലതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എതിർക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ എതിർക്കുന്നൊക്കെ പറയും. കാരണം ഇനിയിപ്പം ഡേയ്സ് കുറഞ്ഞ് വരുവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരെ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് നമുക്കിഷ്ടം. അല്ലാണ്ട് നമുക്കൊരു അന്തഫാന് ഇന്ന വ്യക്തികൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും തെറ്റ് ചെയ്താൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇടാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല. അപ്പോൾ എന്തായാലും ഫാമിലീസൊക്കെ വന്നു പോയതിന് ശേഷം എല്ലാവർക്കും ഒരു അത്യാവശ്യം ഹിൻസൊക്കെ കിട്ടി കേട്ടോ. ഉള്ളത് പറയണല്ലോ, നന്നായിട്ട് അവർക്ക് എല്ലാം കൊടുത്തു. നമ്മൾ ഇത് എഡിറ്റഡാണ്. നമ്മൾ പല കാര്യങ്ങളും ബിഗ് ബോസ് കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളെ അവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫാമിലി വീക്ക് വന്നതിന് ശേഷം ഈ കുടുംബാംഗങ്ങൾക്കുണ്ടായ ഒരു മാറ്റമാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. ഈ കുടുംബാംഗങ്ങളുടെ സംബന്ധിച്ച് അനീഷിന് പുറത്ത് കുറച്ച് പ്രേക്ഷക പ്രീതി, ഫാൻ ബേസ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അവർ വിചാരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ നിന്ന് ഇവർ തെറ്റിദ്ധരിക്കപ്പെടുവാണ്. ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, അനീഷ് രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ തൊട്ട് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നു. അതുപോലെ തന്നെ അനീഷ് പാട്ടിൻ്റെ സമയത്ത് രാവിലെ എഴുന്നേറ്റ് വന്നിരുന്നു. അത് കഴിഞ്ഞ് വന്ന് പാട്ടിൻ്റെ അവിടെ ഡാൻസ് കളിക്കുന്നു. അതിനുശേഷം സുപ്രഭാതം പറയുന്നു. അതിനുശേഷം ബാറ്ററി എടുക്കാനായിട്ട് ഷോറൂമിൽ ഓടുന്നു. ബാറ്ററി എന്നും പറഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ മാത്രമാണല്ലേ, ഇതൊക്കെയാണ് പ്രേക്ഷകർ അനീഷിനെ രാവിലെ മുതൽ അനീഷിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ്. കാരണം സ്റ്റോറൂമിൽ പോകുന്നതും അതുപോലെ തന്നെ പാട്ട് പാടാനായിട്ട് രാവിലെ സുപ്രഭാതം ബിഗ് ബോസിന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറയുന്നതൊക്കെ അനീഷ് ആയതുകൊണ്ടാണ്. അനീഷിന് പ്രേക്ഷകരുടെ പിന്തുണ എന്നാണ് ഈ ഹൗസിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 6:30 ഞാൻ ടി വിയിലാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊരു വലിയ സ്ക്രീൻ, TV അല്ല, വലിയ സ്ക്രീനിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടാവും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നാണ് പലപ്പോഴും ഞാൻ ഡയറക്റ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിത് വൈഫൈയുമല്ല, എൻ്റെ ബെഡ്റൂമിലാണ് ഞാനിത് കണക്ട് വെച്ചിരിക്കുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ഓണാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോഴും ഞാൻ രാവിലെ 6:30 തൊട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ വെട്ടം വീട് തുടങ്ങുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് എന്നല്ല, ബാത്റൂമിലൊക്കെ പോയി ടോയ്ലറ്റിലൊക്കെ പോയി കുളിച്ച് വൃത്തിയായിട്ട് ഒന്നിലവിടെ നടക്കുന്നുണ്ടാവും, ഒന്നിലവിടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മൾ രാവിലെ കാണുന്ന ദൃശ്യം. ബാക്കി ഡ്രൈ ഡേയിലാണ് ഉറങ്ങുന്നത്. എന്നാൽ പോയി പാട്ടില്ലാത്ത ദിവസങ്ങൾ മാത്രമേ ഇത് കാണാതിരിക്കുന്നുള്ളൂ. പാട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മളിത് കണ്ടിന്യൂസ് കാണുവാണ്. അതിനുശേഷം പിന്നീടാണ് ഓരോരുത്തർ ഉറക്കപ്പായി പാട്ട് കേൾക്കുന്ന സമയത്ത് ചിലവർ ബെഡിൽ തന്നെ ഇരുന്ന് തല കുലുക്കുന്ന കാണാം. ചിലവർ അവിടെ തന്നെ ബാത്റൂമിൻ്റെ അവിടെ തന്നെ തല കുലുക്കുന്ന കാണാം. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അനീഷിൻ്റെ കൂടെ കണ്ടിന്യൂസ്ലി അനീഷ് എല്ലാ ദിവസവും മിക്കവാറും വരുന്നത് അനുമോളാണ്. അനുമോൾ ഉറക്കപ്പായി നിന്ന് എഴുന്നേറ്റാലും എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ മുടി ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഓടി വന്ന് പാട്ടിന് ഡാൻസ് കളിക്കാനിരിക്കാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ കൂടുതലും അനീഷിൻ്റെ കൂടെ ഷാനിമോള്, പിന്നെ അതിനൊക്കെ ജിസേൽ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിവിൻ വരാറുണ്ട്. നിവിൻ എന്നുമില്ല, എന്നാലും ഭൂരിപക്ഷം ദിവസങ്ങളിലും വരാറുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദില, നൂറ, ഇവരൊന്നും എഴുന്നേൽക്കുന്ന പരിപാടിയേ ഇല്ല. നൂറയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ തല കുലുക്കും, അല്ലെ അവിടെ നിന്നൊന്ന് തല കുലുക്കും, അല്ലെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് തല കുലുക്കും, അല്ലെ ദേഹം കുലുക്കും. ഇത്രയൊക്കെ ഉള്ളു കാണുന്നത് ഡാൻസ്, രാവിലത്തെ പാട്ടിൻ്റെ ഡാൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്.
ഇപ്പോൾ ഇവർ കണ്ടിന്യൂസിൽ ഇവരെ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ കൃത്യമായിട്ട് രാവിലെ അനീഷ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അനീഷ് ഇന്നിരുന്ന് ചോദിക്കുന്നതായിട്ട് ബിഗ് ബോസ് സമയമായില്ലേ, പാട്ടിടാറായില്ലേ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഓടിപ്പിടിച്ച് ഫ്രണ്ടിൽ വരുന്നു. പിന്നെ സുപ്രഭാതം പറയുന്നതിന് കൂടെ ഗുഡ് മോർണിംഗ് എന്ന് അവരും ആവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഫാമിലി വീക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫാമിലി വന്നു പോയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ബാറ്ററി എന്ന് പറഞ്ഞ ബാറ്ററി എന്ത് കാര്യത്തിനും ഇവരാരും ഈ 60 ദിവസവും ഇവരെല്ലാം മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 6 മണിക്ക് ഞാനിത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി 2:30-3 മണിയായിട്ടാണ് ഞാൻ ഒരു ദിവസവും. ഇപ്പം ഞാനാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇപ്പുറത്ത് തന്നെ ഓഫീസ് റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഓൺലൈനിലാണ് കയറുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു 3-4 മാസത്തേക്ക് കോടതി കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ഷൂട്ടും കാര്യങ്ങളുമൊക്കെ വൈകുന്നേരം നാടകത്തിൻ്റെ റിഹേഴ്സലും മറ്റതൊക്കെ ഉണ്ടായതുകൊണ്ട്, പിന്നെ അതൊക്കെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വക്കീൽ പണി കുറച്ചൊന്ന് താൽക്കാലികമായിട്ട് ജൂനിയേഴ്സിനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 മണി 1:30 മണിയൊക്കെ 1:30-2 മണി വരെ ഞാനിരുന്ന് ലൈവ് കാണുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതിനൊക്കെ പോകുമ്പോഴും ഫോണിനകത്ത് 4 ഡിവൈസിൽ ഞാനിത് ഓണാക്കി വെച്ച് എൻ്റെ കയ്യിൽ ഡിവൈസിൽ ഹോട്ട്സ്റ്റാർ ഉണ്ട്. അപ്പം ഞാനത് പോകുന്ന വഴിയിലൊക്കെ കാണുമെന്ന് കാറിനകത്തിരുന്ന് കാണുവാണ്. അപ്പോൾ നമുക്കെല്ലാ ലൈവും കൃത്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പറയാൻ പറ്റണത്. അപ്പം ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതും കൂടി പറയണമല്ലോ, അത് നിങ്ങൾ വിചാരിച്ച് നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയാണ് അല്ല. അപ്പോൾ ഈ സ്റ്റോർ റൂമിലൊക്കെ ഇതുവരെ 60 ദിവസവും അനങ്ങാതിരുന്ന മടിച്ചികളും മടിയന്മാരുമായിരുന്നു. ഉറക്കപ്പായിൽ ഇങ്ങനെ എഴുന്നേക്കും. പിന്നെ ബാറ്ററിയൊക്കെ ഇടാനായിട്ട് 10 പ്രാവശ്യം പറയണം. അതെനിക്ക് ബിഗ് ബോസ് 1000 വട്ടം പറയണം ബാറ്ററി ഇടൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പം മാറി. അനീഷ് സ്റ്റോർ റൂമിൽ പോകുന്നതായി പ്രശ്നം. അനീഷ് സ്റ്റോർ റൂമിൽ പോയി ബാറ്ററി എന്ന് വിളിക്കുന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു അനീഷിനെ കാണാറുണ്ട് ബാറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോർ റൂമിലേക്ക് ഓടാനുള്ള ധൃതിയാണ്. ഞങ്ങൾ സ്റ്റോർ റൂമിൽ പോയിക്കോളാം. ഈ 60 ദിവസവും ഇവരുടെ മടി എന്തായാലും ഫാമിലി വന്നത് കൂടുതൽ മാറ്റാൻ പറ്റി. 60 ദിവസം ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ ഫാമിലി വന്നതിന് ശേഷം ഇവർ റിയലൈസ് ചെയ്തു, അയ്യോ ഞങ്ങൾ 60 ദിവസം ചെയ്തില്ലല്ലോ, അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്യണം. പക്ഷേ പുറത്തിരിക്കുന്ന പ്രേക്ഷകർ കാണുവാണെങ്കിൽ 60 ദിവസവും ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ 60 ദിവസം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കും. അല്ലാണ്ട് അവസാനത്തെ 20 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരാളിനെ കാണിക്കാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. നമ്മളുടെ ബിഹേവിയറാണ്. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത്, നമ്മൾ ഫ്രഷ് ആവുന്നത്, അതിനുശേഷം നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടേതായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റുകളെ സംബന്ധിച്ചോളം യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇവർക്കില്ല ബിഗ് ബോസിനോട്. വേറെ ആരോടല്ല, ബിഗ് ബോസിനോട് യാതൊരു തരത്തിലുള്ള മര്യാദയും റെസ്പെക്റ്റും ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റുകളെ എനിക്ക് തോന്നുന്നത്. 1 മുതൽ പിന്നെ ബിഗ് ബോസ് കണ്ട ഒരാളെന്ന നിലയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് അഖിൽ മാരാരുടെ ആ ഇത് കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഔട്ടാക്കിയതിന് ശേഷം ഞാൻ ബിഗ് ബോസിനോട് പിണങ്ങിയിട്ട് ബിഗ് ബോസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ദേഷ്യം വന്നിട്ടാണ് പിണങ്ങിയിട്ടുണ്ട് തന്നെ കാണാഞ്ഞത്. കാരണം എനിക്ക് അദ്ദേഹത്തിനെ ഔട്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ പുറത്താക്കിയതായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് കണ്ടില്ല. അല്ലാണ്ട് 1 മുതൽ നമ്മുടെ തരികിട സാബുവിൻ്റെ ഒരു 1 മുതലുള്ള എല്ലാ എപ്പിസോഡുകൾ പിന്നെ ബിഗ് ബോസ് 7 വരെയും കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുവരെയും ഇത്രയും ബഹുമാനമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് സീസൺ 7-ലല്ലാതെ വേറൊരു സീസണിലും ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം ആൾക്കാർക്ക് ബഹുമാനമില്ല. എന്തെങ്കിലും പറയുമ്പോൾ അവർ കളിയാക്കുവാണ്, ഭയങ്കരമായിട്ട് ബിഗ് ബോസിനെ കളിയാക്കുകയാണ്. പ്രായം വളരെ കുറഞ്ഞ പിള്ളേരൊന്നും പറയാൻ പറ്റില്ല. കാരണം റെനയാണ് ഏറ്റവും ചെറിയ പ്രായം. ബാക്കിയുള്ളവരെല്ലാം 25 വയസ്സിന് മുകളിലുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ആരും കുറച്ച് ഏജ് കുറവാണ്, 23 വയസ്സോ മറ്റേ ഉള്ളൂ. ആരിനൊഴിച്ചാൽ ബാക്കി എല്ലാവരും 25, 26, 27 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരൊന്നും ചെറിയ കുട്ടികളൊന്നും അല്ല, ഇവരെല്ലാം മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ്. ഇവർ യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇല്ലാതെ ഉള്ള പ്രവൃത്തിയാണ്. കാരണം ഇവരൊക്കെ കണ്ടാൽ ചിലപ്പോൾ ജെട്ടിയിട്ടുണ്ടോ നിക്കറിട്ടുണ്ടൊക്കെ നടക്കുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞുങ്ങളായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇവരൊക്കെ മെച്യൂരിറ്റി ആണ്. ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ലാലേട്ടൻ പോലും വളരെ ബഹുമാനിക്കുന്ന ആ സൗണ്ടിന് ഉടമ, ആ സൗണ്ട് വെച്ച് എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കുന്ന ആ പ്രവണത വളരെ മോശമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. പല വീഡിയോസ് നമുക്ക് ഇടാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ജയിൽ നോമിനേഷനിൽ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. അതിൽ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റി. പക്ഷേ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ അധികമൊന്നും പറയാനില്ല. നമ്മുടെ മട്ടൻ കട്ട, പിന്നെ മട്ടൻ അടിച്ചുകൊണ്ട് പോയ, കട്ടെന്ന് പറയാൻ പറ്റില്ല, അവരുടെ മുന്നിൽ വെച്ച് തട്ടിപ്പറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോയ ഷാനവാസിനെയും, അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റോർ റൂമിനകത്ത് പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് പറഞ്ഞ ഞാൻ സ്റ്റോർ റൂമിൽ കയറും ബിഗ് ബോസ്
ഡയലോഗ്സ് പറയാതെ ഞാൻ സ്റ്റോർ റൂമിൽ പോകാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ അനീഷിനെയുമാണ് പിന്നെ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് ജയിലിലടച്ചത്. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഇവർക്കില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ജയിൽ നോമിനേഷൻ. ഇവർ രണ്ടുപേരുമാണ്. ഒരാൾക്ക് 8-9 വോട്ട് കിട്ടി ഷാനവാസിന്, മറ്റേയാൾക്ക് 7 വോട്ട് കിട്ടി. അനീഷ് ഏട്ടന് 7 വോട്ട് കിട്ടി. രണ്ടുപേരും ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ ഓരോ കുടുംബാംഗങ്ങൾ വന്നപ്പോഴും ഓരോരുത്തർക്ക് ഹിൻഡ് കൊടുത്തതിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹിൻഡ് കൊടുത്തതിലേക്ക് ഇവരൊക്കെ അതെങ്ങനെ ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ ഉദാഹരണത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ അനുമോളെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം. അനുമോളുടെ പാരൻസ് അല്ലെങ്കിൽ അമ്മ വന്ന്, ചേച്ചി സ്വന്തം ചേച്ചിയല്ല, ഒരു എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത്, എന്നാലും അവർ വന്നത് എന്തിനാണ്? അവരാണ് ഇവരുടെ പിന്നെ അനുമോളുടെ എല്ലാം പിന്നെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അവർ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അനുമോൾ എടുത്തതിൻ്റെ കുറ്റമാണോ അവർ പറഞ്ഞതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കിച്ചണിൽ നീ അടുക്കളപ്പണി ചെയ്യാനല്ല വന്നത്. ഇന്ന് അനുമോൾ ജയിൽ നോമിനേഷനിൽ പറഞ്ഞ കാര്യമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയും ചേച്ചിയും പറഞ്ഞു, നീ അടുക്കളപ്പണി ചെയ്യാനല്ല വന്നത്, നീ ഇവിടെ കപ്പ് വാങ്ങിക്കാനല്ല, നീ ഇവിടെ എന്തിനാണ് വന്നതെന്ന് നിനക്ക് ഓർമ്മയില്ല, നീ അടുക്കളപ്പണി ചെയ്യാനല്ല വന്നതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ തോന്നിയ കാര്യം, അനുമോൾ അത് പറഞ്ഞത് വളരെ മോശമാണ്. കാരണം നമ്മൾ അടുക്കളപ്പണി ചെയ്യാനല്ല വന്നത്, അവിടെ ആരെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണുള്ളത്. അതൊക്കെ ഒരു ടാസ്കിൻ്റെ ഭാഗമാണ്. ആരെങ്കിലും കക്കൂസ് കഴുകാനാണോ വന്നത്? ആരെങ്കിലും ഫ്ലോർ തുടയ്ക്കാനാണോ വന്നത്? അവരെന്തെങ്കിലും തൂക്കാൻ വേണ്ടി അവർ തൂപ്പുകാരായിട്ടാണോ വന്നത്? നമ്മളവിടെ ഒരു വീടിനുള്ളിൽ നമ്മളെ കൊണ്ടിട്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ടാസ്ക്കാണ്, കിച്ചൺ ടാസ്ക്കാണത്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ടാസ്ക്കാണ്. ഫ്ലോർ തൂക്കുക എന്നുള്ളത് നമ്മുടെ ടാസ്ക്കാണ്. വെസൽ കഴുകുക എന്നുള്ളത് നമ്മുടെ ടാസ്ക്കാണ്. അതല്ലാതെ ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല. അത് മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ലേ? അതിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരാളെന്ന രീതിയിലാണ് ഞാനിത് അനുമോളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം അനുമോൾ കേൾക്കുന്നില്ലെങ്കിൽ പോലും എനിക്കത് പറയണമല്ലോ. പക്ഷേ അത് ഞാൻ അടുക്കളപ്പണിക്ക് വന്നതല്ല എന്ന് പറയുമ്പോൾ അത് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അനുമോളോട് അവർ പറഞ്ഞു കൊടുക്കേണ്ട ഇതായിരുന്നു. അനുമോൾ അടുക്കളപ്പണി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും, ഞാൻ അടുക്കളപ്പണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുക്കിംഗ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഫുഡ് വിളമ്പി അപ്പോൾ ചോദിക്കാം, അവർ ഇങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്താൽ നമ്മൾ ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അലറി പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തരാം, ഒന്ന് വെയിറ്റ് ചെയ്യും, പറ്റുന്നില്ലേ, അടുത്ത കിച്ചൺ ടീമിൽ അടുത്ത മെമ്പറിനെ ഏൽപ്പിച്ചിട്ട് മാറുക. നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, അവരോട് നമ്മൾ ചൂടായി പോവും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വിളമ്പോൾ അവരോട് കയർക്കേണ്ടി വരും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ അവിടുന്ന് സ്ഥലം മാറി കൊടുക്കുക. അടുത്താൽ വിളമ്പാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് തരാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലാണ് അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അനുമോൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന എനിക്ക് പോലും ചിലപ്പോഴൊക്കെ വിഷമം തോന്നുന്നുണ്ട്. ദൈവമേ, ഈ അനുമോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് അനുമോൾ മനസ്സിലാക്കിയിരിക്കുന്നത് കിച്ചണിൽ എപ്പോഴും ജോലി ചെയ്യുന്നത്. അതോ ഇനി അവർ പറഞ്ഞു കൊടുത്തതിൻ്റെ കുറ്റമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ സഹോദരി പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നീ എന്തിനാണ് എപ്പോഴും കിച്ചണിൽ ജോലി ചെയ്യാൻ നിൽക്കുന്നത്, എന്തിനാണ് നീ കിച്ചണിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നതായിട്ട്. നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ട് വലുതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അനുമോൾ. എന്ന് പറയുന്നതായിട്ട് റോഡിലിരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ച് അതിൽ നിന്ന് 10 പൊതി വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നു. ഈ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി റോഡിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ ജോലി എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ചോറ് പൊതിയുന്നതിനോടൊപ്പം കൂടുതൽ ചോറ് വെച്ച് ഒരു 3 തേങ്ങയുടെ ചമ്മന്തി അരച്ച് മുട്ടയും വറുത്ത് തോരനും ആക്കി ഈ ഒരു 10 പൊതി ഒരുമിച്ച് പൊതിഞ്ഞ് റോഡിലും വഴിയരികിലും ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതേ പൊതി കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എപ്പോഴും ഹാപ്പിനെസ്, നമ്മുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമുക്കൊന്നും അധികമൊന്നും ഭയങ്കര കോടീശ്വര പണക്കാരൊന്നുമല്ല. നമ്മുടെ ഉള്ളയിൽ നിന്ന് നമ്മൾ ചമ്മന്തി ആയാലും അത് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്നൊരു പങ്കാണ് നമ്മൾ സാധുക്കളായി ഭക്ഷണം കിട്ടാത്തവർക്ക്, ഉച്ച സമയത്ത് ഭക്ഷണം കിട്ടാത്തവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി. കാരണം ഇല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുഡ് അടുക്കളപ്പണിക്കല്ല ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരും ഒരു പണിക്കും വന്നതല്ല. നിങ്ങളുടെ ജോലി ഏതാണ്, നിങ്ങളുടെ ഡ്യൂട്ടി ഏതാണ്, നിങ്ങളോട് ഒരു ഗെയിം കളിക്കാൻ വന്ന കാശിന് വേണ്ടിയിട്ടാണ്. ഓരോ വീക്കിലും ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് പേയ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ആ കിച്ചണിലെ ഡ്യൂട്ടിയാണെങ്കിൽ നമ്മൾ എത്ര പേരാന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലോർ തുടയ്ക്കാനാണെങ്കിൽ ഫ്ലോർ അത് തൂക്കണം. അതുപോലെ തന്നെ വെസൽ പാത്രം കഴുകാനാണെങ്കിൽ പാത്രം കഴുകണം. ഇതിനൊന്നും പ്രത്യേകമായിട്ട് വന്നവരല്ല ആരും. അത് മനസ്സിലാക്കി വേണം. ഈ പറഞ്ഞു കൊടുത്ത ആൾക്കാരുടെ മോശമാണത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കേണ്ട രീതി ഇതായിരുന്നു, മോളെ നീ ഫുഡ് വിളമ്പുമ്പം നീ ആരോടും കയർക്കണ്ട, ദേഷ്യപ്പെടാതെ ഫുഡ് കൊടുത്താൽ മതി, ബാക്കി എല്ലാം ഓക്കെയാണ്. നീ ഫുഡ് കൊടുക്കുന്നത് മാത്രം കുറച്ച് പ്ലസൻറ്റോടെ ഒന്ന് ചിരിച്ച്
പിടിച്ച് അല്ലെങ്കിൽ ആ മുഖം ഒന്ന് ദേഷ്യപ്പെടാതെ വെച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും വേണ്ടായിരുന്നു.